Meet the editors. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനോ നീക്കം എന്നാണ് ചോദ്യം. നമുക്കൊപ്പം പിയാ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴിയാണ് ഡൽഹിയിൽ നിന്നും പിയാ സുനിൽ നമുക്കൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വെൽക്കം പിയാ സുനിൽ ആൻഡ് വെരി ഗുഡ് ഈവനിങ് പിയാ സുനിൽ. പിയാ സുനിൽ, നമ്മുടെ മുന്നിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ, ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ അറസ്റ്റിലാക്കപ്പെടുകയും ഹേമന്ത് സോറൻ രാജിവെച്ചതിനു ശേഷം ജയിലിൽ പോവുകയും അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് പ്രതിപക്ഷത്തുള്ള മന്ത്രിമാരെ പൂട്ടാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇന്ന് ബില്ല് കൊണ്ടുവന്ന രീതി, തിടുക്കപ്പെട്ട് ബില്ല് കൊണ്ടുവന്നത്, ചർച്ച ചെയ്യാതെ കൊണ്ടുവന്നത്, ഇതൊക്കെ ഇന്നിപ്പോൾ പ്രതിപക്ഷം ഒരു വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാർ ഉറച്ചു തന്നെയാണ്. പാസ്സാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. 3/2 ഭൂരിപക്ഷം ആവശ്യമുണ്ട്. പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കും. പക്ഷേ ഈ നീക്കം തിടുക്കപ്പെട്ട് നടത്തുന്നത് വോട്ട് കൊള്ള ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യം തിളച്ചുമറിയുമ്പോൾ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണോ, പ്രതിപക്ഷ നേതാക്കളെ പൂട്ടാൻ വേണ്ടിയാണോ, ഭയപ്പെടുത്താനാണോ? പിയാ സുനിൽ. നമുക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു വിഷയമായി എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രതിപക്ഷം അക്കാര്യത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. വോട്ട് കൊള്ള എന്ന ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ട്. അത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടക്കുന്നുവെന്ന് പൊതുവെ ജനങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി എന്നത് ഒരു സംശയമില്ലാതെ പറയാം. ആ ഒരു ഘട്ടത്തിലാണ് അതീവ രഹസ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രിസഭ ബില്ലിന് അംഗീകാരം നൽകി. പക്ഷേ അത് പുറത്തുവിട്ടില്ല, വളരെ രഹസ്യമാക്കി വെച്ചു. അർദ്ധരാത്രിയോടെയാണ് ഈ ബില്ലിൻ്റെ പകർപ്പ് MP-മാർക്ക് കിട്ടുന്നത്. പിന്നീട് അർദ്ധരാത്രി തന്നെ ഇത് പാർലമെൻറ്റിൻ്റെ ലോക്സഭാ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നു. അതീവ രഹസ്യമായി ബില്ല് ലോക്സഭയിൽ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നു. സാധാരണ ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിന് മുൻപ് ആദ്യം അംഗങ്ങൾക്ക് വിതരണം ചെയ്യും. ചട്ടപ്രകാരം അങ്ങനെ ചെയ്യണം. അതിനുശേഷം പിന്നീട് ഇത് ലോക്സഭാ ബിസിനസ്സിൽ ഉൾപ്പെടുത്തണം, ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ വരണം. അതിനുശേഷമാണ് പിന്നീട് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. ആ നടപടിക്രമങ്ങളൊന്നും പാലിച്ചില്ല. അതാണ് ഇന്ന് പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ബില്ല് കൊണ്ടുവന്നത് എന്നത്. ഏതായാലും ഇന്ന് പാർലമെൻറ്റിനകത്ത് അസാധാരണ കാഴ്ചയായിരുന്നു ലോക്സഭയിൽ. പക്ഷേ 2009 ഈ നോട്ടുകെട്ടുകളുമായി വന്നതും കുരുമുളക് സ്പ്രേ ഒക്കെ തന്നെ അടിച്ച സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ സംഘർഷ സാഹചര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഈ ബില്ല് ഇന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാക്കുക എന്നത് സർക്കാരിൻ്റെ ഒരു അജണ്ടയായിരുന്നു. കാരണം കഴിഞ്ഞ 19 ദിവസമായി തുടർച്ചയായി SIR വിഷയത്തിൽ പാർലമെൻറ്റ് തടസ്സപ്പെടുകയാണ്. SIR മാത്രമാണ് പ്രതിപക്ഷം ആയുധമാക്കിയത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി കർണാടകത്തിലെ വോട്ടർ പട്ടിക വിഷയം ഉയർത്തി വോട്ട് കൊള്ള, വോട്ട് ചോരി എന്ന ക്യാമ്പയിൻ കൂടി തുടങ്ങുന്നത്. സർക്കാർ പ്രതിരോധത്തിലായി, സർക്കാർ വലിയ പ്രതിരോധത്തിലായി, സർക്കാരിന് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത സാഹചര്യമായി. ഇതോടുകൂടി വളരെ അപ്രതീക്ഷിതമായി ഒരു ബില്ലുമായി വരികയാണ്, ഭരണഘടനാ ഭേദഗതി ബില്ല്. എന്താണ് ഭരണഘടനാ ഭേദഗതി ബില്ല്? 30 ദിവസം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ മന്ത്രിമാരോ ജയിലിൽ കിടന്നാൽ 31ാമത്തെ ദിവസം അവരെ അയോഗ്യരാക്കും, അവരെ പുറത്താക്കും. ഇനി അവർ രാജിവെച്ചില്ലെങ്കിൽ ഗവർണർമാർക്കോ പ്രസിഡന്റിനോ അവരെ പുറത്താക്കാം. പ്രധാനമന്ത്രിയെ തൊടാൻ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്ക് ധൈര്യം ഉണ്ടാവുമോ? തൊടില്ല. കേന്ദ്രമന്ത്രിയെ തൊടണമെങ്കിൽ പ്രധാനമന്ത്രി തീരുമാനിക്കണം. അപ്പോൾ പ്രതിപക്ഷം ചിന്തിക്കാം ഇത് പ്രതിപക്ഷ സംസ്ഥാനത്തേക്കുള്ള ഒരു ഉന്നമാണ് എന്ന്. ശ്രദ്ധ തിരിക്കലിനൊപ്പം അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ അങ്ങനെ പ്രതിപക്ഷം ചിന്തിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് പറയാം, പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള സർക്കാരിൻ്റെ നീക്കത്തെ പ്രതിപക്ഷം എതിർക്കുന്നു. അത് അങ്ങനെ ഒരു ക്യാമ്പയിനായി സർക്കാരിന് ഉയർത്തിക്കൊണ്ടുവരാം. ഒപ്പം ഇതൊരു വിരട്ടലുമാകാം. കാരണം നമുക്കറിയാം, കോൺഗ്രസും BJPയും കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ചെറിയ പാർട്ടികളാണ്. 2ഉം 10ഉം 3ഉം 13ഉം ഒക്കെയുള്ള ചെറിയ സീറ്റുകളുള്ള പാർട്ടികൾ, ഓരോ സംസ്ഥാനത്ത് മാത്രമുള്ള പാർട്ടികൾ. അപ്പോൾ ഈ പാർട്ടികളെയൊക്കെ തന്നെ വിരട്ടി നിർത്താനും CBI കേസുകളിലും ED കേസുകളിലും കുടുക്കി നിർത്താനും ഒക്കെയുള്ള ഒരു നീക്കത്തിൻ്റെ വ്യക്തമായ സൂചനയായി നമുക്ക് തന്നെ വിലയിരുത്താം. നോക്കി, ഈ ബില്ല് പാസ്സാവുമോ? ഒരിക്കലും ഈ ബില്ല് പാസ്സാക്കാൻ സർക്കാരിന് കഴിയില്ല. അത് കൃത്യമായി അമിത്ഷായ്ക്കും അറിയാം. കാരണം 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ പറ്റൂ. 3/2 ഭൂരിപക്ഷം 2 സഭയിലും സർക്കാരിനില്ല. 363 വോട്ട് വേണം ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകാൻ. ഈ സർക്കാരിന് 293 വോട്ടേ ഉള്ളൂ. ഇനി YSR കോൺഗ്രസിന് ആകെ ഉള്ളത് 2-3 സീറ്റുണ്ട്. BJDക്ക് അവിടെ സീറ്റ് തന്നെ ഇല്ല. അവർ NDAയിൽ ഇല്ലെങ്കിൽ പോലും
അങ്ങനെയുള്ള പാർട്ടികളെ പെറുക്കി കൂട്ടി വെച്ചാൽ പോലും 363 എത്താൻ NDA സർക്കാരിന് സാധിക്കില്ല. രാജ്യസഭയിൽ വന്നാലോ 132 അംഗങ്ങളേ ഉള്ളൂ രാജ്യസഭയിൽ. 163 വോട്ട് വേണം രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാകാൻ. 3-2 ഭൂരിപക്ഷം കിട്ടൂല. അവിടെയും ഇനി എങ്ങനെ ശ്രമിച്ചാലും, ഇനി ആം ആദ്മി പാർട്ടി രാജ്യസഭയിൽ ഈ BJP സർക്കാരിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാലൊക്കെ അങ്ങനെ എല്ലാ അംഗങ്ങളും കൂടി ചേർന്ന് വന്നാൽ ഒരു 30 സീറ്റ് കിട്ടും രാജ്യസഭയിൽ. അങ്ങനെ വന്നാൽ ചിലപ്പോൾ രാജ്യസഭ ഈ ബില്ല് കടക്കുമായിരിക്കും. പക്ഷേ ആം ആദ്മി പാർട്ടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ സർക്കാരിനൊപ്പം നിൽക്കില്ല. കാരണം അരവിന്ദ് കെജ്രിവാളിനെ 5 മാസം ജയിലിലിട്ടതാണ്. സത്യേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന ദില്ലിയിലെ ആരോഗ്യമന്ത്രി 2 വർഷം ജയിലിൽ കിടന്നതാണ്. മനീഷ് സിസോദിയ മന്ത്രിയായിരിക്കും തന്നെ 1 വർഷത്തോളം ജയിലിലിട്ടത്. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കളെയും CBI കേസിൽ കുടുക്കി ജയിലിലിട്ട ആം ആദ്മി പാർട്ടി എന്തായാലും ഇനി ഈ സർക്കാരിന് പിന്തുണയ്ക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ സർക്കാരിന് വളരെ വ്യക്തമായി അറിയാം ഈ ബില്ല് ഒരിക്കലും പാർലമെന്റ് കടക്കാൻ പോകുന്നില്ല എന്നറിയാം. അപ്പോൾ വളരെ കൃത്യമായൊരു മെസ്സേജ് നൽകുക എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ബില്ലാണിത്. 370 അനുച്ഛേദം നേരത്തെ ജമ്മു കാശ്മീരിൻ്റെ 370 അനുച്ഛേദം റദ്ദാക്കി ഇതുപോലെയായിരുന്നു. ആരും അറിഞ്ഞില്ല. ഒരു ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച രാവിലെ പാർലമെന്റ് തുടങ്ങുമ്പോൾ ഇന്നെന്തോ ഒരു വലിയ സംഭവം അമിത്ഷാ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെയാണ്. ഞാനൊക്കെ അന്ന് പാർലമെന്റിലുണ്ട്. അന്ന് എന്തോ ഒരു വലിയ സംഭവം അമിത്ഷാ അന്ന് അവതരിപ്പിക്കാൻ പോകുന്നുണ്ടെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ വന്നപ്പോഴാണ് ജമ്മു കാശ്മീരിൻ്റെ 370 അനുച്ഛേദം അങ്ങ് റദ്ദാക്കി. ഒരു വലിയ തീരുമാനം. അതിന് 2-3 ദിവസം മുൻപ് ഞാൻ ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് ഞാൻ അവിടെ കണ്ട കാഴ്ച, അന്ന് ഞാൻ കാർഗിൽ വിജയ് ദിവസിൻ്റെ ഭാഗമായിട്ട് ദ്രാസിൽ പോയി തിരിച്ച് ശ്രീനഗറിൽ എത്തുന്ന ഒരു സമയത്തായിരുന്നു. അന്ന് ഞാൻ അവിടെ കണ്ട ഒരു അസാധാരണ കാഴ്ചയായിരുന്നു. ശ്രീനഗറിലെത്തിയപ്പോൾ അവിടെ വലിയ സെക്യൂരിറ്റി ആയിരുന്നു. റോഡുകളൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഒരു വലിയ തോതിൽ ഫോഴ്സ് വരുന്നു. പലയിടങ്ങളിലും ആർമി ട്രൂപ്പുകളെ ഡിപ്ലോയ് ചെയ്യുന്നു. ഒരു എന്തോ ഒരു യുദ്ധസമാനമായ സാഹചര്യം എനിക്കവിടെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലെത്തി 2 ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു 370 അനുച്ഛേദം ഇതുപോലെ റദ്ദാക്കാനുള്ള ബില്ല് സർക്കാർ കൊണ്ടുവരുന്നത്, അമിത്ഷാ അവതരിപ്പിക്കുന്നത്. അമിത്ഷായുടെ നീക്കങ്ങളൊക്കെ അങ്ങനെയാണ്. വളരെ ഈ ഒരു സർക്കാരിൽ വളരെ രഹസ്യമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ നീക്കം, രാഷ്ട്രീയമായ പൊളിറ്റിക്കലായിട്ടുള്ള ഇത്തരം നീക്കം നടത്തുന്നില്ല. അമിത്ഷാ ഭയങ്കര എക്സ്പെർട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണ്ട് അമിത്ഷായുടെ ഈ കോളേജ് കാലത്തെ ഒരു കാര്യം രാജ്ദീപ് സർദേശായി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അഹമ്മദാബാദിൽ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വിജയിക്കാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ അമിത്ഷാ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കോളേജിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ വോട്ട് ചെയ്യുന്ന കുട്ടികളിൽ പെൺകുട്ടികളാണ് ഏറ്റവും അധികം. അപ്പോൾ പെൺകുട്ടികളുടെ വീടുകളിലേക്കൊക്കെ തന്നെ ഫോൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, നാളെ ആരും കോളേജിലേക്ക് വരരുത്, കോളേജിൽ വന്നാൽ വലിയ കലാപം ഉണ്ടാവും, കുട്ടികൾക്കൊക്കെ പരിക്കേൽക്കും എന്നൊക്കെ പറഞ്ഞൊരു കഥയൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഒരു പകുതിയോളം കുട്ടികൾ വന്നില്ല. അങ്ങനെ അമിത്ഷാ തെരഞ്ഞെടുപ്പ് ജയിച്ചു. അത്രയ്ക്ക് തന്ത്രശാലിയാണ് ചെറുപ്പം മുതൽ തന്നെ അമിത്ഷാ. അപ്പോൾ ഈ സർക്കാരിൽ നമുക്ക് തുടക്കം മുതലുള്ള ഈ NDA സർക്കാരിൻ്റെ ഒരു കാലം പരിശോധിച്ചാൽ അറിയാം അമിത്ഷായുടെ നീക്കങ്ങളൊക്കെ തന്നെ വളരെ ഷാർപ്പായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് വലിയൊരു പൊളിറ്റിക്കൽ മൂവാണ്. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വെസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ്. രണ്ടും തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളാണ്. ബീഹാറിൽ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അടുത്ത വർഷം വെസ്റ്റ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ നോക്കൂ, ഈ ബില്ലിലൂടെ സർക്കാർ ഉയർത്തി കാണിക്കുന്നത് ഒരു ഭാഗത്ത് ഇത് വിരട്ടലാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന നിലയിലാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ്? 2G സ്പെക്ട്രം, കൽക്കരി അഴിമതി, അന്ന് അണ്ണാ ഹസാരിയുടെ സമരം, അതുപോലെ അരവിന്ദ് കെജ്രിവാളിൻ്റെ സമരം, അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ. അപ്പോഴാണ് നരേന്ദ്രമോദിയുടെ രംഗപ്രവേശം ഉണ്ടാകുന്നു. അങ്ങനെ വലിയൊരു വിജയത്തിലേക്ക് BJP വരുന്നു. കേവല ഭൂരിപക്ഷം നേടി BJP അധികാരത്തിൽ വരികയാണ് 2014. 2019 തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയം എന്തായിരുന്നു? അഴിമതി. 2024 തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെതിരെയുള്ള അഴിമതി തന്നെയായിരുന്നു. അപ്പോഴും നരേന്ദ്രമോദി ആവർത്തിച്ച് പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു അഴിമതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന ഒരു സർക്കാർ എന്ന പ്രതിച്ഛായ ആവർത്തിച്ച് ഉണ്ടാക്കാൻ, നിലനിർത്തി പോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കം നടത്തിയത്. എത്ര ED കേസുകൾ രജിസ്റ്റർ ചെയ്തു, എത്ര CBI കേസുകൾ രജിസ്റ്റർ ചെയ്തു, അതിൻ്റെ ഈ കൺവിക്ട് ചെയ്ത കേസുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഒന്നുമില്ല. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്. കേസുകളൊക്കെ ഒരുപാട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ശിക്ഷിക്കുന്നില്ലല്ലോ, ഇതൊന്നും കോടതിയിൽ നീങ്ങുന്നില്ലല്ലോ. ഇപ്പോൾ 2G സ്പെക്ട്രം കേസിൽ കനിമൊഴിയെ ജയിലിലിട്ടു, 2G സ്പെക്ട്രം കേസിൽ രാജയെ ജയിലിലിട്ടു. വിചാരണ തടവുകാരായിട്ട് അവർ കുറേ കാലം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ കേസ് തീർന്നുപോയി. P. ചിദംബരം എത്രയോ കാലം ജയിലിൽ കിടന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന കേസ് ഇനിയൊന്നും ഈ കേസ് അഡ്രസ്സ് ഇല്ലാതെ പോകും. അപ്പോൾ ബീഹാറിലേക്ക് പോവാണ്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനെ അടിക്കണം, അവിടെ തേജസ്വി യാദവിനെ അടിക്കണം.
രണ്ടുപേരും കാലിത്തീറ്റ കേസിൽ ലാലു പ്രസാദ് യാദവ് ഒരുപാട് കാലം ജയിലിൽ കിടന്നാണ്. റെയിൽവേ ഭൂമി ഇടപാട് കേസിൽ തേജസ്വി യാദവിനെതിരെ ആരോപണമുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ വീണ്ടും പൊടിതട്ടിയെടുത്തൊരു അഴിമതി പരിവേഷം ഈ പ്രതിപക്ഷത്തിനാകെ നൽകാനുള്ള ഒരു വലിയൊരു നീക്കം നടത്തണം. അതിനുവേണ്ടി കൂടിയാണ് ഈ ഒരു ബില്ലിപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ ശ്രദ്ധ തിരിക്കലാണ്, ഒപ്പം ഒരു അഴിമതി പരിവേഷം പ്രതിപക്ഷത്തിന് നൽകലാണ്. മൂന്നാമത്തേത് ഈ ചെറിയ പാർട്ടികളെയൊക്കെ തന്നെ വിരട്ടി നിർത്താനുള്ള ഒരു നീക്കം. അതാണ് റൈറ്റ്. താങ്ക് യു പി ആർ സുനിൽ. ജിമ്മി, 30 ദിവസം കഴിഞ്ഞാൽ 31ാമത്തെ ദിവസം അയാൾ ജയിലിലാണെങ്കിൽ, ഏത് കുറ്റകൃത്യമാണെങ്കിലും 5 വർഷത്തിൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ മുഖ്യമന്ത്രിയാവട്ടെ മന്ത്രിയാവട്ടെ അയാൾ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണോ? പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണോ എന്നുള്ളതിലേക്ക് വരാം. പക്ഷേ ഒരു കള്ളൻ്റെ സദാചാര പ്രസംഗം അങ്ങനെ വേണം ഇന്ന് പാർലമെൻറ്റിൽ പെട്ടെന്ന് നടത്തിയ ആ ബില്ല് അവതരണത്തെ കാണേണ്ടത്. ആർക്കും അറിയില്ലായിരുന്നു. ഇന്നലെ രാത്രി പോലും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വോട്ട് ചോരിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ മര്യാദയ്ക്ക് ഒരു മറുപടി പോലും പറയാതെ പറഞ്ഞു വന്ന മറുപടിയെല്ലാം BJP നേതാക്കളുടെ പൊളിഞ്ഞടുങ്ങി. അവസാനം വാർത്താ സമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മുഴുവൻ ജനങ്ങൾ തെരുവിലെടുത്തിട്ട് അലക്കി മുഴുവൻ തകർന്നിരിക്കുമ്പോൾ പെട്ടെന്ന് പൊക്കിക്കൊണ്ടുവന്നതാണ് ഈ ബില്ല്. എന്തിനാ? ഞങ്ങൾ വോട്ട് കള്ളന്മാരാണെന്ന് പറഞ്ഞാൽ അതല്ല, ഞങ്ങൾ അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്നവരാണ് എന്നൊരു പ്രതീതി ഉണ്ടാകാൻ ഒരു കാരണവശാലും ഈ ബില്ല് പാസ്സാകാൻ പോകുന്നില്ല. പാർലമെൻറ്റിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം, ആകെ പാർലമെൻറ്റിലെ അംഗസംഖ്യയുടെ പകുതി ഭൂരിപക്ഷം, ഇത്രയും മിനിമം വേണം. പിന്നെയാണ് ഭരണഘടനാ ഭേദഗതി ആയതിനുള്ള മറ്റ് നൂലാമാലകൾ. ഇത് ഉടനെ ഇങ്ങനെ നടക്കാൻ പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ നോക്കൂ, ഇന്നൊരു ദിവസം വോട്ട് ചോരിയെക്കുറിച്ചുള്ള ചർച്ചകൾ സ്റ്റാൾ ചെയ്യിക്കാൻ ഇവർക്ക് പറ്റി. ഇന്ന് വോട്ട് ചോരി അല്ല വിഷയം. ഇന്ന് ഈ ബില്ല് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ നോട്ടത്തിൽ ശരിയല്ലേ? രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി, മന്ത്രി, പ്രധാനമന്ത്രി, കേന്ദ്രത്തിലെ മന്ത്രിമാർ, ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന കുറ്റം ചെയ്താൽ ജയിലിൽ കിടക്കുമ്പോൾ ഇവരൊക്കെ എന്തിനാ പ്രധാനമന്ത്രിയാകുന്നത്, ഇവരെന്തിനാ മുഖ്യമന്ത്രിയാകുന്നത്? വളരെ ന്യായമായ ചോദ്യം. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇപ്പോൾ തന്നെ ഇതിനുള്ള പ്രൊവിഷനുണ്ട്. നിങ്ങളൊരു കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയാൽ ജയിലിൽ പോലും കിടക്കണ്ട. നിങ്ങളുടെ പുറത്ത് കോടതി ഒരു പിഴ ഈടാക്കിയാൽ നിങ്ങളുടെ MLA സ്ഥാനവും ജനപ്രതിനിധി സ്ഥാനവും പോകും. അതാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 8(1) വിശദമായി പറയുന്നത്. സെക്ഷൻ 8(3) എടുത്താൽ നിങ്ങൾക്ക് 2 വർഷത്തിന് മുകളിൽ കുറ്റമാണെങ്കിൽ അപ്പോഴും പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ 1951 പാസ്സായ ഒരു നിയമം ശക്തമായി നിൽക്കെ അതിൻ്റെ പേരിൽ പലർക്കും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുക. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു നിയമം? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിലുള്ള നിയമം അനുസരിച്ച് കോടതി നിങ്ങളെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തണം. മറ്റേതാണെങ്കിലോ നിങ്ങളെ പിടിച്ചകത്തിട്ടാൽ മതി. അകത്തിട്ടാൽ മതി എന്ന് മാത്രമല്ല, ഒരു 30 ദിവസം കിടത്തണം. അതിനാണോ പാട്? അതിനല്ലേ നമ്മുടെ നാട്ടിൽ ED ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പിന്നെ ഏതൊക്കെയോ പുതിയ സംവിധാനങ്ങളുണ്ട്, NDA ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യില്ലാത്ത ഒന്നുമില്ല. അവിടെ നിങ്ങളെ 30 ദിവസത്തിൽ കൂടുതൽ അറസ്റ്റ് ചെയ്ത് ഇടാൻ ഒരു പാടുമില്ല എന്നുള്ളത് അതിൻ്റെയൊക്കെ നിയമത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഒരാൾ അറസ്റ്റിലായെന്ന് വിചാരിക്കുക. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അറസ്റ്റിലായാൽ സാധാരണ കേസിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ഈ പ്രതി പ്രഥമ ദൃഷ്ടിയ, ഇയാൾ കുറ്റവാളി അല്ലെന്നല്ല, ഇയാൾ പ്രഥമ ദൃഷ്ടിയ ഇയാൾക്കൊരു സംശയത്തിന് ആനുകൂല്യം കൊടുക്കാം എന്ന് കോടതിക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. പക്ഷേ മണി ലോണ്ടറിങ് ആക്ട് പോലെയുള്ള നിയമങ്ങളിൽ നേരെ തിരിച്ചാണ്. ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. 2, ഇയാൾ ഒരു കാരണവശാലും ഇനി ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നും ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ പ്രതി ബോധ്യപ്പെടുത്തണം. പ്രേക്ഷകർ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ബാക്കി എല്ലാ കാര്യത്തിലും ഇത് തെളിയിക്കേണ്ട ബാധ്യത ഇയാൾ പ്രഥമദൃഷ്ട്യാ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഇയാൾ പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റം ചെയ്യുമെന്നുള്ളതും അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ്റെയാണ്. അതാണ് നാട്ടിലെ നിയമം. പക്ഷേ ഈ നിയമത്തിൽ മാത്രം നേരെ തിരിച്ചാണ്. ഞാൻ കുറ്റവാളിയല്ല എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പ്രതിക്കാണ്. ഞാൻ പുറത്തിറങ്ങിയാൽ ഞാൻ കുറ്റം ചെയ്യില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും എനിക്കാണ്. അങ്ങനെ ഇരിക്കൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. ട്വിൻ കണ്ടീഷൻസ് ഓഫ് ബെയിൽ എന്നാണ് നിയമവിദഗ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ എത്രയോ ദിവസം ജയിലിൽ കിടന്ന ആളുകൾ നമുക്കറിയില്ലേ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ 5 മാസം കിടന്നു. അതുപോലെ തന്നെയാണ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ, ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗലിൻ്റെ മകൻ, അതുപോലെ തന്നെ തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിത എത്ര നാൾ കിടന്നു? എന്നിട്ടോ 30 അല്ല, 40 അല്ല, 100 അല്ല, അതിൽ കൂടുതൽ ദിവസങ്ങൾ കിടന്നു. എന്നിട്ടോ അവസാനം കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു കടലാസ് തെളിവ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കോടതി കളിയാക്കി EDയെ പറഞ്ഞു വിട്ടിട്ടാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത്. ആർക്ക് പോയി? ജയിലിൽ കിടന്നവർക്ക് പോയി 5 മാസം.
കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തിരുത്തിക്കുറിച്ചു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോയി. വളരെ എളുപ്പമുള്ള ഓപ്പറേഷൻ അല്ലേ ഇത് ചെയ്തിട്ട് ഇത് ചെയ്യാമെന്നുള്ളത് ഇവർക്ക് കൃത്യമായി അറിയാം. മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം എത്ര പേർ ഇന്ത്യയിൽ അറസ്റ്റിലായിട്ടുണ്ട്, അതിൽ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കണക്കൂടെ കേട്ടാൽ നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാകും. 193 കേസുകൾ ഈ മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തതിൽ രാഷ്ട്രീയക്കാരിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വെറും 2 പേരെ മാത്രമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. ഇനി ആകെ കേസുകളുടെ എണ്ണം 5000. അതിൽ നിങ്ങൾ വിശ്വസിക്കില്ല, വെറും 10 കേസുകളിൽ മാത്രമാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ കയ്യിലെ വേട്ടപ്പട്ടിയായി വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനും വേണ്ടപ്പെടാത്തവരെ കടിച്ച് കീറാനും പറ്റുന്ന ഒരു സംവിധാനമാണ്. നമുക്കറിയാമല്ലോ, അസമിൽ ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് മണി ലോണ്ടറിങ് ആക്ട് അടക്കം പിടിച്ച് ക്ലിപ്പിട്ട് തൂക്കിയെടുത്തപ്പോഴാണ് സമസ്ത അപരാധം പറഞ്ഞ് BJPയിലേക്ക് മാറിയത്. ഇപ്പോൾ ആ കേസുമില്ല, ഒരു പുല്ലുമില്ല, അത് തീർന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പിടിക്കാൻ പറ്റും എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ടാണ് ചിദംബരത്തിൻ്റെ മകൻ കാർത്തിക് ചിദംബരത്തിൻ്റെ കേസിൽ സുപ്രീം കോടതി കൃത്യമായി ചോദിച്ചില്ലേ, ആർ യു ക്രൂക്സ്? കള്ളന്മാരോ കൊള്ളക്കാരോ ആണ് നിങ്ങൾ? എന്തെങ്കിലും തെളിവില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്ന് മാത്രമല്ല, ഇനി വേറൊരു കാര്യം കേൾക്കൂ. നമ്മുടെ നാട്ടിൽ ഈ അഴിമതി നിരോധന നിയമം 1950കളിൽ വന്ന അഴിമതി നിരോധന നിയമം അത് 2018 ആകുമ്പോൾ ഇതേ കേന്ദ്ര സർക്കാർ, ഇതേ മോദി, ഇതേ അമിത്ഷാ തിരുത്തിയ തിരുത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? ഒരു സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങണമെങ്കിൽ തന്നെ അതാത് സർക്കാരിൻ്റെ അനുമതി വേണം. വിജിലൻസിന് അന്വേഷിക്കണമെങ്കിലേ സർക്കാർ സമ്മതിക്കണം, എങ്കിലേ അന്വേഷിക്കാൻ പറ്റൂ. ഡ്രക്കോണിയൻ ലോ 17A ആണ് സെക്ഷൻ. കഴിഞ്ഞ ആഴ്ച ഇത് സംബന്ധിച്ച വിശദമായ സുപ്രീം കോടതി വാദപ്രതിവാദത്തിന് ശേഷം പ്രധാനപ്പെട്ട അഭിഭാഷകർ മറുവശത്ത് അണിനിരക്കുകയും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ അണിനിരക്കുകയും ചെയ്ത പ്രശാന്ത് ഭൂഷൺ അതിഗംഭീരമായി വാദിച്ച കേസിൻ്റെ വാദം പൂർത്തിയായി. അതിപ്പോൾ വിധിക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് BJP സർക്കാരിൻ്റെ അഴിമതിക്കെതിരായ കുരിശുയുദ്ധത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്. പിടിച്ച രാഷ്ട്രീയ പ്രവർത്തകർ 99% പേരെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഊരിപ്പോകുന്നു. പക്ഷേ എത്രയോ നാൾ നിങ്ങൾ നിയമം ഉണ്ടാക്കി വെച്ചതിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങൾക്ക് ജയിലിടാൻ പറ്റും. എന്നിട്ടോ വിജിലൻസ് അന്വേഷണം പോലെയുള്ള പ്രധാനപ്പെട്ട ഫലപ്രദമായ നാട്ടിലെ നിയമങ്ങൾ വെള്ളം ചേർത്ത് സർക്കാരിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയവരാണ് നിങ്ങൾ. ഈ ട്രാക്ക് റെക്കോർഡുള്ള നിങ്ങളാണോ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് പാർലമെൻറ്റിൽ വന്ന് ഞങ്ങൾ അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിക്കാൻ പോവുകയാണ്, കേസിൽ പ്രതിയായി അറസ്റ്റിലായാൽ ഉടൻ തന്നെ ഇവരെയൊക്കെ പിടിച്ച് ഞങ്ങൾ പദവിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും, അങ്ങനെ അഴിമതിക്കെതിരായ പോരാളികളായി മാറുമെന്ന് പറയുന്നത് ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ബില്ല് പാസ്സാക്കാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് 30 ദിവസത്തിൽ കൂടുതൽ ആളുകളെ ജയിലിൽ അടയ്ക്കുന്ന രീതി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം, പ്രതിപക്ഷത്തിനറിയാം, കോടതികൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ അഴിമതിക്കെതിരായ കുരിശുയുദ്ധം എന്ന് പറഞ്ഞ് ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി 2 പ്രധാനപ്പെട്ട ആളുകളെ, ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറനെയും, ഈ 2 പേരെയും അറസ്റ്റ് ചെയ്ത ശേഷം അന്ന് പ്രതിപക്ഷത്തിനെ നോക്കിക്കൊണ്ട് BJP നടത്തിയ കൊലവിളിയൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് അവരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ EDയുടെ ജോയിൻറ്റ് ഡയറക്ടർ, IRSലെ ഉദ്യോഗസ്ഥൻ കപിൽ രാജ്. മറന്നു പോകരുത് ഇന്ത്യൻ ചരിത്രത്തിൽ ഈ പേര്. കപിൽ രാജ് ജൂലൈയിൽ കഴിഞ്ഞ മാസം പദവിയിൽ നിന്ന് രാജിവെച്ചു, സർവീസിൽ നിന്ന് രാജിവെച്ചു. ജൂലൈ 17-ന് കഴിഞ്ഞ ആഴ്ച ഇതേ കപിൽ രാജ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നോക്കൂ എത്ര വ്യക്തമാണ് കാര്യങ്ങൾ. മോദിക്ക് വേണ്ടി, BJP സർക്കാരിന് വേണ്ടി വേട്ടപ്പട്ടിയുടെ പണിയെടുത്തയാൾ അവസാനം അത് രാജിവെച്ച് ശതകോടി ശമ്പളം കിട്ടുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൽ, റിലയൻസ് ആടെയാണെന്ന് അറിയാമല്ലോ, അവിടെ പോയി ജോയിൻ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നാടിൻ്റെ രീതി, ഇതാണ് നാട്ടിൽ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്ത് 30 ദിവസത്തിൽ കൂടുതലിട്ട് അവരുടെ പദവി കൂടി കളഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനമോ മന്ത്രിസ്ഥാനമോ കൂടി കളഞ്ഞ് അവിടെയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമേ BJPക്കുള്ളൂ. ഇനി അഥവാ അത് നടക്കാൻ സാധ്യതയില്ല, നടന്നില്ലെങ്കിൽ പോലും വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ വിഷയം കഴിഞ്ഞ 20 ദിവസം ഇന്ത്യ ചർച്ച ചെയ്ത, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും ഓരോ ജില്ലയും ചർച്ച ചെയ്ത, ഓരോ മാധ്യമവും ചർച്ച ചെയ്യാൻ നിർബന്ധമായ വിഷയം മറപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം എന്തായാലും നടക്കും. കാരണം ഇന്നും വോട്ട് ചോരി നമ്മൾ ചർച്ച ചെയ്തില്ല. പക്ഷേ നാളെ ഇന്ത്യ തിരിച്ചു വരും,
ചർച്ച ചെയ്യും, നമ്മൾ ഈ വിഷയത്തിൽ മറുപടി ചോദിക്കുക തന്നെ ചെയ്യും. ബീഹാറിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ തെരുവിലൂടെ വാഹനത്തിൽ വെയിലും മഴയുമേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ മനുഷ്യനെ തളർത്താനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ്സുകാരായിക്കൊള്ളണമെന്നൊന്നുമില്ല ഇതിൽ പിന്തുണ കൊടുക്കാൻ. പക്ഷേ ഈ വിഷയത്തിൽ അയാളുടെ കൂടെ ഒരു വലിയ ജനസഞ്ചയം അണിനിരക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ നാടകം കൊണ്ട് നാളെ വീണ്ടും ഇതിൻ്റെ പുറകെ പോകുമെന്നും രാഹുൽ ഗാന്ധിയെയും വോട്ട് ചോരിയെയും മറന്നുപോകും എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അമിത്ഷാ, മോദി സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഇന്നത്തെ സദാചാര പ്രസംഗം ജനം ചിരിച്ചു തള്ളുകയുള്ളൂ. അത് നടന്നു കഴിഞ്ഞു. ആൻറ്റോ അഗസ്റ്റിൻ, തിടുക്കപ്പെട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്, വളരെ തിടുക്കപ്പെട്ടാണ്. എന്നിട്ടും ആ ഒരു തരത്തിലും കീഴടങ്ങാതെ അതിന്നിപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ട് ഇന്നത്തെ ദിവസം മുഴുവൻ വോട്ട് ചോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് കേന്ദ്രം, പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനും. ഒരിക്കലും പാസ്സാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരു ബില്ല് എന്തിനായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക? അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു ബില്ല് പാസ്സാക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നു. ബില്ല് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാദേശിക പാർട്ടികളാണ്, ഓരോ സംസ്ഥാനത്തെ ഭരിക്കുന്ന പാർട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടാൽ 30 ദിവസം അവർക്ക് പിടിച്ച് ജയിലിടുക എന്ന് പറയുന്നത് വളരെ ഈസിയായ കാര്യമാണ്. അവർ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ 30 ദിവസം ജയിലിൽ കിടന്നാൽ 31ാമത്തെ ദിവസം അവർ മന്ത്രിസ്ഥാനം പോകും എന്നുള്ളതാണ്. ഒരു പാർട്ടി അസ്ഥിരപ്പെടുത്താൻ ഇത് കൂടുതലൊന്നും വേണമെന്നില്ല. കാരണം അത് നമ്മൾ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്, ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ കണ്ടതാണ്, പല നേതാക്കന്മാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. ആ പാർട്ടി ഇല്ലാതെ ആ നേതാവും ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് മാത്രം ഭീഷണിപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പോൾ BJPയുടെ മുന്നിലുള്ളൂ. അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. അതുകൊണ്ടാണ് ഒരിക്കലും ചർച്ച ചെയ്യാൻ ഒരിക്കലും പാസ്സാക്കാൻ പറ്റില്ലാത്ത ഒരു ബില്ല് മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ വോട്ട് ചോരിയും ഈ കള്ളവോട്ടുമാണ്, വോട്ട് ചോരിയാണ് ഇന്ത്യ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ പണ്ടത്തെ കഴിഞ്ഞ 9 വർഷം അല്ലെങ്കിൽ 10 വർഷം ഭരണത്തിലിരുന്ന പോലെ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. അധികാരത്തിനെതിരെ ശബ്ദിച്ചതുപോലെ അല്ല ഇപ്പോൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായ രീതിയിൽ ഭരണത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, BJPക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി 3ാം ടേമിൽ വന്ന് ഭരണം തുടരുന്ന ആദ്യത്തെ വർഷം തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രഹരമേൽക്കുകയാണ്. അങ്ങനെയില്ല. കാരണം ഒരു 2-3 വർഷം കഴിഞ്ഞ് അവരുടെ ഒരു സംവിധാനമൊക്കെ കഴിഞ്ഞ് ഒരു ഇലക്ഷനോട് അടുക്കുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ശക്തമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അറ്റാക്ക് വരിക. ഇപ്പോൾ അങ്ങനെയല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. എങ്ങനെയാണ്? ഒരു പ്രതിപക്ഷ പാർട്ടീനെ കൂട്ടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഈ NDAൻ്റെ ഘടകകക്ഷിയുടെ കൂടെ 2 ഘടകകക്ഷി മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരെ കൂടെ ഉള്ളത്. വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയും കൂട്ടാൻ പറ്റും, ഭരണം ഉണ്ടായിട്ട് പോലും എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ പറയുന്ന ചെറുകിട പാർട്ടികൾക്കെല്ലാം മനസ്സിലായി BJPയുടെ കയ്യിലിരിപ്പ് എന്താണെന്നും എങ്ങനെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ പോലും അവരോട് കൂടുന്നില്ല എന്നതാണ്. അപ്പം ബാക്കിയുള്ള പാർട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് BJPയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 2031 തെരഞ്ഞെടുപ്പിൽ പോലും എന്തരുത് അധികാരത്തിൽ കൊണ്ടുവരുന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ് അവർ ഇലക്ഷന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ 1ാമത്തെ വർഷം തന്നെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമിത്ഷാ തന്നെ മുന്നോട്ട് ഇറങ്ങുകയാണ്. അമിത്ഷാണ് എപ്പോഴും ഇതിൻ്റെ ഒരു ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. കാരണം BJP അധികാരത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചാണക്യ തന്ത്രം ഉപയോഗിക്കുന്ന ആൾ അമിത്ഷായാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ പോക്ക് പോയാൽ ശരിയാവില്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പം അതിനനുസരിച്ച് ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഞങ്ങൾ ഈ പറയുന്ന ചെറുകിട പാർട്ടികളായി നിങ്ങളെല്ലാം മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള തന്ത്രമാണെന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഇന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ ഈ 2 കാര്യങ്ങളാണ്. വോട്ട് ചോരിയും ഈ പറഞ്ഞ കള്ളവോട്ട് ആരോപണം അല്ല ഈ പറയുന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം അവർക്കിത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാക്കി. അതുകൊണ്ടാണ് ഇത് അവരുടെ കയ്യിലുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കുറേ അസ്ത്രങ്ങൾ ഇവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് എന്തിനാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചു ഒരിടത്ത് ഇന്നങ്ങ് പ്രയോഗിക്കുകയാണ്. അങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യയിലെ സർക്കാരിനെതിരെ, മോഡി സർക്കാരിനെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശബ്ദിക്കാൻ പാടില്ല, മാധ്യമങ്ങൾ ശബ്ദിക്കാൻ പാടില്ല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ട് അവരുടെ പേരിൽ കേസെടുക്കും. ഒന്നും ചെയ്യല്ല. ഏത് കുറ്റം? രാജ്യദ്രോഹ കുറ്റം കേസെടുത്ത് ജയിലിലടയ്ക്കും. അല്ലെങ്കിൽ പാർട്ടികളാണോ സംസാരിക്കുന്നത്, പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പിടിച്ച് ജയിലിലടയ്ക്കും. ED ആണ്, മണി ലോണ്ടറിംഗ് ആണ്. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ അവിടുന്ന് 5 ലക്ഷം രൂപ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോ, ഇങ്ങോട്ട് 1 ലക്ഷം ട്രാൻസ്ഫർ ചെയ്തോ, 50,000 കൊണ്ട് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ മണി ലോണ്ടറിംഗ്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരതാണ്? ഒരു തെറ്റ് ചെയ്യാത്ത നേതാവിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. ആ തെറ്റ് ചെയ്യാത്ത നേതാവ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളോട് വിളിച്ചുകൊണ്ട് കാര്യമില്ല. അതെന്ത് ചെയ്യണം? രേഖകൾ ഉണ്ടാക്കി കോടതിയിൽ കൊടുക്കണം. കോടതിയിൽ കൊടുത്താലത്തെ പ്രശ്നം ഇതിനെ ഒരു കേസ് എടുത്താൽ അതിൻ്റെ രേഖകൾ ഇവർക്ക് ഇങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള. എന്തിന് നിന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പോലും ഈ പറഞ്ഞ പ്രതിയോട് പറയണ്ട. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു നിയമം?
നമ്മളൊരു കേസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മളോട് പറയും നീ ഇന്ന കുറ്റമാണ് ചെയ്തത്, ഇന്ന കുറ്റത്തിന് മേലെയാണ് നിൻ്റെ കയ്യിൽ ശിക്ഷിക്കാൻ പോകുന്നത്, ഇന്ന കുറ്റത്തിന് നീ വാദിക്കണം, ഇന്ന കുറ്റത്തിന് നീ വക്കീലിനെ വെക്കണം, ഇതിനെതിരെ നിങ്ങൾ കോടതിയിൽ തെളിയിക്കണം, തെളിയിച്ചിട്ട് നീ കുറ്റക്കാരനാണ്, നീ ശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെയാണല്ലോ നിയമം. പക്ഷേ ഇതിനകത്ത് നിന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയേണ്ട കാര്യമില്ല, നിനക്ക് FIRന്റെ കോപ്പി തരേണ്ട കാര്യമില്ല, നിന്നെ ഒരു കാര്യമില്ലാതെ പിടിച്ച് ജയിലിലിടാം. ഇങ്ങനെ ഒരു നിയമമുണ്ടോ? ആ നിയമത്തിൻ്റെ പേരിൽ എത്ര നേതാക്കന്മാരാ? അല്ലാതെ ജാമ്യം കിട്ടുന്ന ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തോ? ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ കേരളം എത്ര കുംഭകോണങ്ങളുണ്ട്? ആ കുംഭകോണങ്ങളുടെ പേരിൽ കേസെടുക്കില്ല. ഞാൻ പറയുന്ന ഒരു വലിയ രീതിയിൽ അഴിമതി നടത്തി. ആ അഴിമതി പണം ഒരു വിജിലൻസ് അന്വേഷണം, നമ്മുടെ നാട്ടിലൊക്കെ വിജിലൻസ് അന്വേഷണം കേട്ടിട്ടുണ്ടല്ലോ. ആ അഴിമതിയിൽ എന്ത് നടന്നു, അതിനകത്ത് എന്ത് തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ അഴിമതി ആരോപണം, അതിനെക്കുറിച്ച് അന്വേഷിക്കില്ല. നേരെ അതെന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ മാറ്റർ മാത്രം എടുത്തിട്ട് DD-നെ കൊണ്ട് അന്വേഷിപ്പിക്കും. എന്നിട്ട് നേരെ പിടിച്ച് ജയിലിലേക്ക് ഇടും. ജയിലിലേക്ക് ഇട്ട പിന്നെ കഴിഞ്ഞല്ലോ, ഇത് തെളിയിക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല ഇൻറ്റൻഷനോടുകൂടി ചില നേതാക്കന്മാർ നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്യും. ചില സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന വികസനങ്ങളായിരിക്കുമല്ലോ. ഈ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ ആ രീതിയിൽ വികസനം വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആ വികസനത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇച്ഛാശക്തിയുള്ള നേതാവ് ചിലപ്പോൾ വലിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും. ആ തീരുമാനങ്ങൾ ഒരു ED ഉദ്യോഗസ്ഥൻ്റെ മുന്നിലോ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലോ വലിയ തെറ്റായിരിക്കും ചിലപ്പോൾ. നീ എന്തിനാ അവിടെ ചെയ്യുന്നത്? നീ ഒരു സംസ്ഥാന ഗവൺമെൻറ് അല്ലേ, നീ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയല്ലേ, നീ എന്തിനാ ഇത് ചെയ്യണം? ഞങ്ങൾ എന്താ ഇവിടെ ചെയ്യാൻ എന്ന് തീരുമാനിച്ചാൽ, ഒരു കേന്ദ്രമന്ത്രി തീരുമാനിച്ചാൽ, ഒരു കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ, ഒരു പ്രധാനമന്ത്രി തീരുമാനിച്ചാൽ പിന്നെ തീർന്നില്ലേ? ഇതിനകത്ത് ഏറ്റവും വിചിത്രമായ സംഭവം എന്താ അറിയോ? കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി ഇതിൻ്റെ ഭാഗമാണ് പോലും. എന്തൊരു ഔചിത്യം ഇല്ലാത്ത കാര്യമാണ്. ക്ലിയർ കട്ടായിട്ട് പറയണം, നിങ്ങൾ സംസ്ഥാന മന്ത്രിമാരെ പിടിച്ച് അകത്തിടാനുള്ള നിയമമാണിത് എന്ന് പറയണം. ഏതെങ്കിലും കേന്ദ്രമന്ത്രിയെ തൊടാനുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഏതെങ്കിലും ഒരു ഇന്ത്യയിലുണ്ടോ? ഏതെങ്കിലും സംസ്ഥാന സർക്കാർ കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ടോ ഇന്ത്യയിൽ? അതൊട്ടില്ല താനും. അപ്പോൾ എന്താണ്? അപ്പോൾ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറയണം, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ് ഇതാണ് പറയേണ്ടത്. BJPൻ്റെ ഏതെങ്കിലും MPമാരെ അറസ്റ്റ് ചെയ്യുമോ? ഏതെങ്കിലും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും MLAനെ അറസ്റ്റ് ചെയ്യുമോ? ഈ മണി ലോണ്ടറിങ് കേസിന് ഏതെങ്കിലും MLAനെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ടോ? MPനെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ടോ? മന്ത്രിക്കെതിരെ കേസെടുത്ത ചരിത്രമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് അപ്പോൾ പറയേണ്ടത്? എന്താ? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ്, പ്രതിപക്ഷത്തെ MPമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ്, മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമാണ്. ഇവരെയൊക്കെ നിങ്ങളൊക്കെ അധികാരത്തിൽ കിട്ടിയാൽ നിങ്ങളെ എന്താണ് പിടിച്ച് ജയിലിടെ മാത്രമല്ല നിങ്ങളെ പണി കളയാൻ പറ്റും ഞങ്ങളെ കൊണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം മന്ത്രിമാരല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അടുത്ത നിയമം ചിലപ്പോൾ വരുന്നത് MPമാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നോക്കിക്കോളൂ. അധികം ദൂരമൊന്നും ഉണ്ടാവില്ല. കാരണം MPമാരെ പുറത്താക്കിയാൽ നിയമസഭയിൽ ഒറ്റയ്ക്ക് ഇരിക്കാമല്ലോ, പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കാമല്ലോ, ഒറ്റ തീരുമാനിച്ച് നടപ്പിലാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥയില്ല കേട്ടോ, വ്യവസ്ഥയില്ല. ഒരു ടൈം കഴിഞ്ഞു, 2 ടൈം, 3ാമത്തെ ടൈം വരുമ്പോഴത്തേക്ക് രാജഭരണത്തിൻ്റെ ശൈലിയിലേക്ക് വരികയാണ്. നിങ്ങൾ 4ാമത്തെ ടൈമിനെ കുറിച്ച് ആലോചിക്കുക, രാജഭരണമായിരിക്കും. പിന്നെ കമാന്നൊരക്ഷരം ഒരു മാധ്യമങ്ങളും ഉണ്ടാകുന്ന വിചാരിക്കേണ്ട, ഒരു കമാന്നൊരക്ഷരം പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരിക്കുക. അത് മനസ്സിലാക്കിയ പ്രതിപക്ഷ പാർട്ടികളാണ് എന്ത് ചെയ്യുന്നത്? ശക്തമായി ചെറിയ പ്രതിപക്ഷ പാർട്ടികളാട്ടോ. ഞാൻ പറഞ്ഞു, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയല്ലല്ലോ, ചെറിയ 10ഉം 2ഉം 3ഉം 2ഉം 5ഉം ഉള്ള MPമാരുള്ള പാർട്ടികളാണ് അല്ലേ. ഈ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ, അത് തന്നെ വലിയൊരു നമ്മൾ പൂക്കളിടുന്ന പോലെയാണ്. ഞാൻ പറയുന്നത് എപ്പോഴും പൂക്കളിട്ടാൽ നല്ല രസമായിരിക്കുമല്ലോ കാണാൻ, മനസ്സിലായോ? അതിൽ ഒരു ഭാഗം പോയിട്ടുണ്ടെങ്കിൽ മോശക്കാരായിരിക്കും. പക്ഷേ ഈ പൂക്കളെ കാണുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വേണം. ശരിക്കും ഇന്ത്യയിൽ ഇപ്പോൾ എങ്ങനെയാണ് സംഭവം എന്നറിയോ? ഇന്ത്യയിൽ ജനാധിപത്യം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നോക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിലാണ്. ഭരണപക്ഷ പാർട്ടിയുടെ ജനാധിപത്യമില്ല കേട്ടോ, പ്രതിപക്ഷ പാർട്ടി. കാരണം ഇവരിതിനെ ഒരു കോസിന് വേണ്ടിയിട്ട്, ഒരു തെറ്റിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, DMK ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഒറ്റയടിക്ക് ഒരു തെറ്റിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആ ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിന് വേണ്ടി പോരാടുന്നതിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഒരു ഐക്യം വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഐക്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആർക്കെതിരെയാണെന്നറിയോ? ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെ ഐക്യം വന്നിട്ടുള്ളത്? അതുപോലെയുള്ള ഐക്യം ഇവിടെ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ശക്തമായ പ്രതികരണം ഇനിയുണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഭരണപക്ഷം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇവരെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെ പ്രതിരോധിക്കുകയുള്ളൂ. അങ്ങനെ പ്രതിരോധിക്കുന്നതോട് കൂടിയിട്ടാണ് ചില വിനാശകാല വിപരീത ബുദ്ധി കേട്ടിട്ടില്ലേ, അതിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നുള്ളത് എൻ്റെ അഭിപ്രായം. OV വിജയൻ ധർമ്മപുരാണത്തിൽ എഴുതിയിട്ടുണ്ട്, രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് രാജതന്ത്രമാണ്. ഇന്നിപ്പോൾ അതിർത്തിയിലെ യുദ്ധമല്ല, സ്വന്തം പൗരനുമേൽ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ്, ജനാധിപത്യത്തിനുമേൽ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോദി സർക്കാരും എന്നതാണ് എൻ്റെ ടേക്ക്. പ്രതിപക്ഷ മുക്ത ഭാരതം എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധ ഭാരതമായിരിക്കും. അതൊരു ഫാസിസ്റ്റ് രാജ്യമായിരിക്കും, അതൊരു ഏകാധിപതിയുടെ രാജ്യമായിരിക്കും. ആ രാജ്യത്ത് ജനാധിപത്യമോ ഭരണഘടനയോ മതേതരത്വമോ ന്യൂനപക്ഷമോ മനുഷ്യാവകാശമോ പൗരാവകാശമോ സാധ്യമല്ലാത്ത ഒന്നായിത്തീരും. അതിനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണിത്. പക്ഷേ ഇതൊരിക്കലും പാർലമെന്റിൽ പാസ്സാവാൻ പോകാത്ത ബില്ലാണ്. ഇത് ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 75 മാറ്റുന്നതിനുള്ള ഭേദഗതി ചെയ്യുന്നതിനുള്ള, ഒപ്പം തന്നെ ജമ്മു കാശ്മീരിൻ്റെയും മറ്റ് യൂണിയൻ ടെറിട്ടറികളുടെയും മന്ത്രിമാരെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ളൊരു ബില്ല്. ആ ബില്ലിന് പിന്നിൽ ചില ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രമുണ്ട് എന്നാണ് ഞാനിവിടെ വാദിക്കാൻ പോകുന്നത്. ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ്. ഞാൻ ആദ്യം പ്രേക്ഷകർക്ക് ഒരു കണക്ക് പറയാം. നേരത്തെ ജിമ്മി പറഞ്ഞു വെച്ചു തുടങ്ങിയ കണക്കാണ്. നമ്മളുടെ രാജ്യത്ത് വിവിധ അന്വേഷണ ഏജൻസികൾ വിവിധ ആളുകളെ കരുതൽ തടങ്കലിലും അല്ലാതെയും ഒക്കെ അടച്ചിട്ട് അവരിപ്പോൾ വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ NCRBയുടെ ഡാറ്റ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കണം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് വിചാരണ പൂർത്തിയാക്കാതെ നമ്മുടെ ജയിലുകളിൽ കഴിയുന്ന മനുഷ്യരുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 10ൽ 7 പേരാണ്. എന്ന് പറഞ്ഞാൽ മോർ ദാൻ 75%. 75% നമ്മുടെ തടവുകാരും ശിക്ഷിക്കപ്പെട്ട തടവുകാരല്ല. അവർ വിചാരണ തടവുകാരായി, അവർ ന്യായാധിപന്റെ വിധി കാത്തു കഴിയുന്ന മനുഷ്യരാണ്. അവർ കുറ്റവാളികളല്ല, അവർ ആരോപണ വിധേയരാണ്, അവർ അക്യൂസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 4,34,302 പേരാണ് നമ്മളുടെ വിവിധ ജയിലുകളിലായി വിചാരണ തടവുകാരായി കഴിയുന്നത്. ഇവരിൽ നാലിലൊന്നും അതായത് 25% ആളുകൾ, ഏകദേശം 1.5 ലക്ഷം ആളുകൾ ഒരു വർഷത്തിനു മീതെ ജയിലുകളിൽ വിചാരണ കാത്തു കഴിയുന്ന മനുഷ്യരാണ്. അവർ കുറ്റവാളികളല്ല. ഒരുപക്ഷെ ലോകരാജ്യത്ത് ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഈ രാജ്യത്താണ് ഒരു കുപ്രസിദ്ധമായ നിയമം വരാൻ പോകുന്നത്. 30 ദിവസം ജയിലിലടച്ചു എന്നതിൻ്റെ പേരിൽ 31ാമത്തെ ദിവസം നിങ്ങളുടെ മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് പറയുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ നീതി വൈകുന്ന വിചാരണ തടവുകാർ ഏറ്റവും അധികമുള്ള ഒരു രാജ്യത്ത് ഈ നിയമം കൊണ്ടുവരുന്നതിൻ്റെ പ്രാഥമികമായ ലോജിക്ക് എന്താണ്, ബേസിക് ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ 4,34,302 പേർ വിവിധ ജയിലുകളിൽ വിചാരണ തടവുകാരായിട്ടുണ്ട്. മൊത്തം ജയിലുകളിൽ കഴിയുന്നതിൽ 75% കുറ്റവാളികളല്ല, വിചാരണ തടവുകാരാണ്. അതിൽ UAPAക്ക് ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. പ്രേക്ഷകർ അറിയണം, 2014 ശേഷം നമ്മുടെ UAPA കേസുകളിലുണ്ടായ വൻ വർധന. കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 4 ലക്ഷത്തോളം മനുഷ്യരെയാണ് UAPA ചുമത്തി ജയിലിലടച്ചിരിക്കുന്നത്. നമ്മുടെ റോണ വിൽസനെ പോലെ, നമ്മുടെ സ്റ്റാൻ സാമിയെ പോലെ, നമ്മളുടെ നേരത്തെ ഹനി ബാബയെ പോലെ, ഉമർ ഖാലിദിനെ പോലെയുള്ള നേതാക്കളെ UAPA ചുമത്തി ജയിലിലടച്ചിരിക്കുകയാണ്. 4 ലക്ഷത്തോളം മനുഷ്യർ. അവരിൽ വിട്ടയക്കപ്പെട്ടിരിക്കുന്നത് എത്ര പേരാണെന്നറിയാമോ? കേവലം 386 പേർ മാത്രമാണ്. വിചാരണ പൂർത്തിയാവാതെ നമ്മളുടെ ജയിലുകളിൽ 4.25 ലക്ഷത്തിലധികം ആളുകൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ല അവരനുഭവിക്കുന്നത്, കുറ്റവാളി എന്ന് മുദ്രകുത്തിയപ്പെട്ടതിന് ശേഷമുള്ള ജയിൽ ശിക്ഷയല്ല, പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്നുള്ളതാണ്. ആ വിചാരണ കാലയളവ് പോലും അവരെ സംബന്ധിച്ച് ശിക്ഷ മാറുന്നു എന്നുള്ളതാണ്. ഇതൊരു കണക്ക്. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. EDയുടെ കണക്ക് പറഞ്ഞു വെച്ചു. EDയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാ? 0.05% ആണ്. 2014 മുതലുള്ള കണക്കിലെ വർധന എത്രയാ? 5,422 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസുകളിൽ 23 പേർ മാത്രം ശിക്ഷിക്കപ്പെടുന്നു. 0.05% എന്ന് പറഞ്ഞാൽ 99.95%ഉം ED കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയോ അണ്ടർ ട്രയൽസ് ആയിട്ട് കഴിയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിലും ഞെട്ടിക്കുന്നൊരു കണക്ക് കൂടി ഞാൻ പറയാം. 2019 മുതലുള്ള കണക്കനുസരിച്ച് നമ്മളുടെ രാജ്യത്ത് ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 121 പൊളിറ്റിക്കൽ ECIR ഇട്ടിട്ടുണ്ട്. ED എന്ന് പറഞ്ഞാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കുറ്റപത്രം. രാഷ്ട്രീയ നേതാക്കളിൽ 121 പേരിൽ അവരിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളാണ്. മൊത്തം 121 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED കേസെടുത്തതിൽ 115 പേരും പ്രതിപക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. എന്ന് പറഞ്ഞാൽ 95% മോദിയുടെ ഭരണകാലത്ത് ED അറസ്റ്റ് ചെയ്ത, ED ജയിലിലടച്ചിരിക്കുന്ന നേതാക്കൾ 95% പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ കണക്കുകൾ എന്ന് പറയുന്നത്. സംസാരിക്കുന്ന തെളിവുകളാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, 95% പ്രതിപക്ഷ നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ട് ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയ്ക്ക് പുറപ്പെടുമ്പോൾ 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം പോകും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ആദ്യത്തെ ചോദ്യം, 4.25 ലക്ഷത്തിലധികം കരുതൽ തടവുകാരുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വർഷത്തിലധികം 1.25 ലക്ഷത്തോളം തടവുകാർ വിചാരണയ്ക്ക് വേണ്ടി മാത്രം തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് 30 ദിവസം എന്നുള്ള ഒരു കാലയളവ് ഈ ബില്ലിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം,
99.5% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രം കേസെടുത്ത ഇഡിക്ക് ഇഡി നിലവിലുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ്, ആർക്കെതിരെയാണ് ഈ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മുടെ നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ മുന്നിൽ തെളിവുകളില്ലേ? നേരത്തെ ചില പേരുകൾ പറഞ്ഞു. അതിലൊന്ന് ഹിമന്ത ബിശ്വ ശർമ്മയാണ്, മറ്റൊരാൾ സുവേന്ദു അധികാരിയാണ്. സുവേന്ദു അധികാരി നാരദ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിയുടെ കൂട്ടാളിയായിരുന്ന കാലത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായി ഇഡിയുടെയും സിബിഐയുടെയും റഡാറിൽപ്പെട്ട നേതാവാണ് സുവേന്ദു അധികാരി. മുകുൾ റോയ് ഇഡി വരുന്നു, കളം മാറ്റി ചവിട്ടുന്നു, BJP-യിലേക്ക് എത്തുന്നു. സുവേന്ദു അധികാരിക്കും മുകുൾ റോയിക്കും ആ കേസുകൾ പിന്നീട് ഇല്ലാതെയാവുന്നു. അജിത് പവാർ മഹാരാഷ്ട്ര കോപ്പറേറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണം നേരിടുന്നു. ഇഡിയും CBIയും അജിത് പവാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അജിത് പവാർ കൂറുമാറുന്നു, NCPയെ പിളർത്തുന്നു, NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അജിത് പവാറിനെതിരെയുള്ള CBI കേസും ED കേസും നിലയ്ക്കുന്നു. ഇനി അടുത്തൊരു നേതാവിൻ്റെ പേര് ഞാൻ പറയാം. അത് അജിത് പവാറിനോടൊപ്പം നിന്നിരുന്ന നേതാവ്, പിന്നെ നേരത്തെ ശരത് പവാറിനോടൊപ്പം നിന്നിരുന്ന നേതാവ് എങ്ങനെയാണ് BJP-യിലേക്ക് കൂറുമാറുന്നത്? ഛഗൻ ഭുജ്ബൽ എന്ന് പറയുന്ന നേതാവ്. 100 കോടിയാണ് ആ നേതാവിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം. ആ ED ഛഗൻ ഭുജ്ബാലിന്റെ വീട്ടിലേക്ക് വരുന്നു, പവാറിന്റെ NCPയിൽ നിന്ന് നേരെ ഇറങ്ങി BJP-യിലേക്ക് വരുന്നു. EDയുടെ അന്വേഷണം നിലയ്ക്കുന്നു. അശോക് ചവാൻ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു, 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു അശോക് ചവാന്റെ പേരിൽ ആദർശ കുംഭകോണം വരുന്നു. ആദർശ കുംഭകോണത്തിന്റെ പേരിൽ CBIയും EDയും അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു നോട്ടും എഴുതി വെച്ച് അശോക് ചവാൻ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നിറങ്ങി BJP-യിലേക്ക് പോകുന്നു. EDയുടെ അന്വേഷണം നിലച്ചു, CBIയുടെ അന്വേഷണം നിലച്ചു. ബാബ സിദ്ദിഖി അജിത് പവാറിന്റെ ഗ്രൂപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നോട്ട് എഴുതി വെച്ചിട്ട് പോകുന്നു, എനിക്ക് മറ്റു വഴികളില്ല. കാരണം ഈ ബാബ സിദ്ദിഖിക്ക് നേരെ EDയുടെ അന്വേഷണം എത്തുന്നു. ബാന്ദ്രയിലെ ചേരി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ചേരി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED എൻക്വയറി വരുന്നു. അങ്ങനെ ദിഗംബർ കാമത്ത് ഗോവയിലെ മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്ത് ഒരു ബ്രൈബറി കേസിൽ ഉൾപ്പെടുകയും ED അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നേരെ BJP-യിലേക്ക് എത്തുന്നു. അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിപക്ഷ നേതാക്കളെ EDയുടെ പേരിൽ വൈറ്റ് വാഷിംഗ് നടത്തി, വൈറ്റ് വാഷിംഗ് മെഷീൻ വഴി BJP-യിലേക്ക് എത്തിച്ച് BJP നേതാക്കളാക്കി മാറ്റി അവിടെ അധികാരവും ഭരണവും പിടിക്കുന്ന ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സിന്റെ തുടർച്ചയാണ് ഈ ബിൽ. കാരണം ഈ ബില്ല് വന്നാൽ ആരാണെന്നേ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കേണ്ടത്? ശരി, ഇപ്പോൾ ജാർഖണ്ഡിലെ ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ അവിടുത്തെ പോലീസ് വന്നാൽ അത് നടക്കില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസിന്റെ അന്വേഷണം വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സ്വയം വിജിലൻസിന്റെ അന്വേഷണം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നത് പോലെയാണ്. അതൊന്നും ആ സംസ്ഥാനത്ത് പോലീസ് ചെയ്യില്ല. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസി കേന്ദ്ര ഏജൻസിയാ. അതിനുള്ള അനുമതി കൊടുക്കേണ്ടതാരാ? അതിന് പ്രോസിക്യൂഷന്റെ അനുമതി ആ ഘട്ടത്തിൽ ആവശ്യമില്ല. നേരെ വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ. ഓരോ സംസ്ഥാനത്തെയും പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യമിടുന്നു. ആര് തനിക്കെതിരെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നോ അവർക്കെതിരെ EDയെ വിട്ടുകൊണ്ടാണ് ഈ വരുന്നത്. നമ്മുടെ മുന്നിൽ സംസാരിക്കുന്ന തെളിവുകൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബില്ല് വരുന്നത്. എൻ്റെ മൂന്നാമത്തെ ടേക്ക്, ഇത് ഭരണഘടനയെ കൂടി അട്ടിമറിക്കുന്ന ബില്ലാണ്. എന്താണ് പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്നത് ന്യായാധിപനാണ്, ജഡ്ജിയാണ്, ജുഡീഷ്യൽ സംവിധാനമാണ്. ഇവിടെ 30 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടല്ല, കൺവിക്റ്റഡ് അല്ല, അക്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട തത്വങ്ങളിലൊന്നാണ് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ അധികാരത്തിന്റെ വിഭജനത്തെ, ആ സൗന്ദര്യമുള്ള ചാരുതയാർന്ന അധികാരത്തിന്റെ വിഭജനത്തെ ചോദ്യം ചെയ്യുന്നു. പോലീസ് ഇവിടെ ജുഡീഷ്യറി ആയിട്ട് മാറുകയാണ്. പോലീസ് ഇവിടെ ശിക്ഷിക്കുക. നിങ്ങൾ 30 ദിവസം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമായ വേട്ടയിൽ കുടുങ്ങി ഒരു EDയുടെ കേസിൽപ്പെട്ട് ഒരു മന്ത്രി ജയിലിൽ പോയാൽ എൻ്റെ ചോദ്യം ഇതാണ്, പോലീസ് ED വന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്ക് 31ാമത്തെ ദിവസം അയാളുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു, അയാളെ പീനലൈസ് ചെയ്യുന്നു, അയാളെ ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. ശിക്ഷിക്കാനുള്ള അവകാശം കോടതിക്ക് മാത്രമാണെന്നിരിക്കെ ഒരു അന്വേഷണ ഏജൻസിക്ക് ശിക്ഷിക്കാനുള്ള അധികാരം ലഭിക്കുന്നു. അത് ഭരണഘടനയുടെ അധികാര വിഭജനം എന്ന മനോഹരമായ ആശയത്തെ ചോദ്യം ചെയ്യുന്നു. അതാണ് എൻ്റെ മൂന്നാമത്തെ ടേക്ക്. അപ്പോൾ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സ് ആണ്, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇത് ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിലൊന്നായ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന അധികാര വിഭജനത്തെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോസസ്സിനെ പനിഷ്മെന്റ് ആക്കി മാറ്റുന്ന, അന്വേഷണ ഏജൻസികളെ തന്നെ ജുഡീഷ്യറി ആയിട്ട് മാറ്റുന്ന, എല്ലാ പ്രതിപക്ഷ ശബ്ദത്തെയും നിശബ്ദമാക്കാൻ ആഗ്രഹിക്കുന്ന, പ്രതിപക്ഷ വിമുക്തമാക്കാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏകാധിപത്യപരമായിട്ടുള്ള നീക്കമാണ്. അത് ഈ രാജ്യത്ത് നടപ്പാകാൻ പോകാത്തതാണ്. നാലാമത്തെ ടേക്ക്, ഇത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന
രാജ്യത്തെ ഇപ്പം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരി ആരോപണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രമാണ്, ഒരു കൗശലമാണ്. ആ കൗശലമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. അത് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനാണ് നരേന്ദ്രമോദിയുടെ ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ്. ഒരിക്കൽ കൂടി ധർമ്മപുരാണം കോട്ട് ചെയ്യുന്നു. രാജ്യത്ത് രാജാവിനെതിരെ പൊതുജന വികാരമുണ്ടാകുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുന്നത് രാജതന്ത്രമാണ്. ഇവിടെ പൗരന് മേലാണ്, ജനാധിപത്യത്തിന് മേലാണ്, ഭരണഘടനയ്ക്ക് മേലാണ് ആ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ടേക്ക്. പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താനും എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം യേസ് എന്നാണ്. Meet the editors.